ഫ്ലിപ്കാർട്ടിൽ 10 ലക്ഷത്തിന് മുകളിലും ആമസോണിൽ 3 ലക്ഷത്തിന് മുകളിലും റിവ്യൂസ് ഉള്ള ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവിയോ ആണ് ഇന്നത്തെ വീഡിയോ. അത് വേറൊന്നുമല്ല, ബോട്ടിന്റെ ബേസ്സെഡ്സ് 100. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചിട്ടുള്ള ഒരു വയേർഡ് ഇയർഫോണുകളിൽ ഒന്നായിരിക്കാം മേ ബി ഈ ഒരു ബേസ്സെഡ്സ് 100 എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 399 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബേസ്സെഡ്സ് 100 എന്നും കൂടാതെ ബോട്ടിന്റെ ലോഗോ കാണാൻ സാധിക്കും, സൗണ്ട് ആസ് ഫങ്ക് എന്നും കൂടാതെ കാർത്തിക് ആര്യാന്റെ ഒരു ഫോട്ടോ ഒക്കെ കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ആൻ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു ബേസ്സെഡ്സ് 100 ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇപ്പോഴല്ല വാങ്ങിച്ചത്, ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെയാണ്. എന്നാൽ അത് അൺബോക്സ് ചെയ്യാൻ ഇത്തിരി ലേറ്റ് ആയെന്നേ ഉള്ളൂ. ഏറ്റവും പറയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കൂടാതെ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റഡ് ചെയ്തിട്ടുണ്ട്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ 2021 കൂടാതെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. എന്നാൽ നമുക്കിത് ഇപ്പോൾ കിട്ടുന്നത് 399 ആണ്. പല സമയങ്ങളിൽ ഓഫർ സമയത്ത് 349 ഇത് കിട്ടാൻ ചാൻസസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഓറഞ്ച് കളറാണ്. ഇതല്ലാണ്ട് പല കളർ 10ൽ പരം കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഇതിലെന്തായാലും ഒരു ഫ്രീ പൗച്ച് നമുക്ക് കിട്ടുമെന്ന് ഫ്രണ്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദേ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു താങ്ക് യു ഇന്ത്യൻ മെയ്ഡ് ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ബൈ ആൻ ഇന്ത്യൻ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സെയിം നമ്മുടെ എയർ ഡോപ്സുകളിലും റോക്കേഴ്സിലും ഒക്കെ വലിയ രീതിയിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതിൽ ഒരു ചെറിയ ഒരു രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമ്മുടെ ഇയർഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ടുള്ളത് ഒരു പൗച്ച്, വളരെ മനോഹരമായിട്ടൊരു മെഷ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പൗച്ചാണ്. കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെയും നമുക്കൊരു കേബിൾ മാനേജർ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം ഇതുപോലെ, അതല്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് മാറ്റിക്കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് ബേസ്സെഡ്സ് 100. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ ഹോക്ക് ഇൻസ്പയർഡ് ഡിസൈനാണ്. അതായത് ചരിച്ചു വയ്ക്കുമ്പോഴത്തേക്കാണ് ഒരു പരുന്തിൻ്റെ രൂപസാദൃശ്യത്തിലുള്ള ഇയർബഡുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഓറഞ്ചാണ്, അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് മയം തന്നെയാണ് ഇവിടെ. വേറെ ഒരു കളറും ആക്ച്വലി ഇല്ല. അതായത് ബോട്ടിന്റെ മറ്റുള്ള പ്രോഡക്റ്റുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണും, എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ടോട്ടലി ഒരു ഓറഞ്ച് കളറാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ വേർഷനിൽ ഓറഞ്ച്, ഗ്രീന്, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലായിരുന്നു ആദ്യം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും ഓറഞ്ച് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി 2 കളറും സ്റ്റോക്ക് ഔട്ട് ആയി പോയി എന്നുള്ളതാണ്. ഇനി ഇയർബഡിൽ നിന്ന് താഴേക്ക് വരുന്ന OS നോക്കുവാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള OS ആണ്, എന്നാൽ നല്ല തിൻ ടൈപ്പ് OS ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്ക് ഇതിനകത്ത് ഇൻലൈൻ കൺട്രോൾ പാനൽ ഉണ്ട്, അവിടെ ഒരു മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു MFB ഉണ്ട്. കൂടാതെ പറയിൽ നോക്കുവാണെങ്കിൽ ബോട്ടിന്റെ ലോഗോ ഉണ്ട്. MFBയിൽ നമ്മളെ ബേസിക് ബട്ടൺ കൺട്രോൾസ് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ OS നോക്കുവാണെങ്കിൽ ബ്രൈഡഡ് ആണ്. ഇതിന്റെ ആദ്യം ഇറങ്ങി, അതായത് മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റുകളിൽ ഈ ഒരു 100ൽ ബ്രൈഡഡ് ആയിരുന്നോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഞാൻ എവിടെയോ കണ്ടതിൽ ബ്രൈഡഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു, അറിയത്തില്ല. ഒരു വൈറ്റ് കളറാണ് ഞാൻ കണ്ടത്. എന്നാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബ്രൈഡഡ് വയേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു സംശയവും വേണ്ട. കൂടാതെ റഫ് യൂസ് ചെയ്താലും പെട്ടെന്ന് അങ്ങോട്ട് ഈ ഒരു വയേഴ്സ് പൊട്ടിപ്പോകാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി ഏറ്റവും അടിയിലേക്ക് വരുവാണെങ്കിൽ 3.5 mm ഒരു സിൽവർ പ്ലേറ്റഡ് ജാക്ക് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വേറെ ഒരു പ്രശ്നവും നമുക്കറിയില്ല, ഒരു കുറ്റവും പറയാൻ സാധിക്കത്തില്ല. ഈ ഒരു ബോട്ട് ബേസ്സെഡ്സ് 100ന് വെറും 13 ഗ്രാം മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും അത് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് കുറവ് തന്നെയാണ്. ഇനി വെയറിംഗ് കംഫർട്ട് നോക്കുവാണെങ്കിൽ എൻ്റെ ചെവിയിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്ക് ആവുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് പോലും എൻ്റെ ചെവിയിൽ ഇരുന്ന സമയത്ത് വേറെ എന്താ പറയുക, പുറത്തുള്ള ആ ഒരു ഫാൻ്റെ കാറ്റ് വലിയ രീതിക്ക് ഇങ്ങോട്ട് അടിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഔട്ട്ഡോറിൽ പോയിട്ട് അല്ലെങ്കിൽ നല്ല വിൻറ്റി ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേട്ടാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വയർഡ് ഇയർഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഭയങ്കര കുറ്റം പറയാൻ പറ്റില്ല ഈ ഒരു മൈക്കിൽ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബേസ്സെഡ്സ് 100ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. മൈക്ക്
ആക്ച്വലി എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കിടക്കുവാണ്. എന്നാൽ ഇപ്പോൾ ഞാനത് എൻ്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്, അതല്ല ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ഒരു മൈക്ക് ക്വാളിറ്റി കിട്ടുന്നത്, എന്തായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിതിൽ നിന്ന് ലഭ്യമാകുന്നത്. 100% പാട്ട് കേട്ടാൽ പോലും ഒരു പതർച്ചയോ അങ്ങനെ ഒന്നും തന്നെ ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ KGF തൂഫാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആ ഒരു ടൈപ്പ് പാട്ട് കേട്ടിട്ട് പോലും എനിക്ക് ഒരു പതർച്ചയും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ മിഡിൽ അതായത് ഒരു 50% പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ലോ ഉണ്ട്. ഒരു 60-70 ഒക്കെയാണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ബേസ് ലവേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു 100 കേട്ടാലും വേറെ ഒരു കുഴപ്പമില്ല. ഇംപെഡൻസ് റേറ്റ് എന്ന് പറയുന്നത് 16 ആണ്. ഞാൻ ഇന്നലത്തെ നമ്മുടെ നെക്ക് ബാൻഡ് എങ്ങനെ നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ചൂസ് ചെയ്യാന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്ടിന്റെ പ്രോഡക്റ്റുകളിലൊക്കെ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു 16 ഓം തന്നെയാണ്. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ ഇവർ എഴുതിയിരിക്കുന്നത് 32 ആണ്. പക്ഷേ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 16 ഓം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് ലവേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് ഡിസപ്പോയിന്റഡ് ആകത്തില്ല. നല്ല ഡോമിനേറ്റഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ട് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ ഒരു 100% എന്നുള്ളത് അല്ലെങ്കിൽ 70% എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റായി മാറും ഈ ഒരു ബേസ് 100 എന്ന് പറയുന്നത്. ഓവറോൾ നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല. കംഫർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ഒരു 2-3 ഇനി അതല്ല 5 മണിക്കൂർ ആണെങ്കിൽ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് കളിക്കാൻ പറ്റും. വേറെ ഒരു കുഴപ്പവും അങ്ങനെ എനിക്ക് ഒരു ഡിസ്കംഫർട്ടും തോന്നിയില്ല ഈ ഒരു പ്രോഡക്റ്റ് വെയർ ചെയ്ത സമയത്ത്. ഫിസിക്കലി അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 1 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് പുതിയ പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ബേസ്ഹെഡ്സ് 100നെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.